അവിടുന്നെന്റെ എല്ലാം അറിയുന്നല്ലോ. എന്നപരാധം മറന്ന് അനുഗ്രഹിക്കൂ. നിന്റെ കയ്യിലെ ശംഭു ഇരിപ്പുണ്ടോ? രക്ഷിക്കണമേ, ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. കൂടി നിർത്തണം. ഇന്ന് മുതൽ കർത്താവാണ് സത്യം നിർത്തുക. നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെന്റെ ശരണവും. രക്ഷപ്പെടാൻ പോവാ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും. പേര് പറയടാ. കൂടാല്ലോ ഉണ്ടോ? വലിയ പ്രശ്നമല്ലയോ? അവൻ രക്ഷപ്പെടുന്നില്ല. അവൻ രക്ഷപ്പെടാൻ പോവാ. നമ്മുടെ വീട് എവിടാ? വെട്ടിക്കവല. നമ്മളും ആദ്യമായിട്ടാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാ മൊബൈലിൽ കാണുന്നുണ്ട്. മോനെ, നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. സത്യം. നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കർത്താവ് ഇന്ന് രാവിലെ നിന്നെ വിടുവിക്കാൻ പോവാ. കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ആ കൈയൊന്നടിച്ച ദൈവത്തിന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലത്തെ ആരാധന ഒന്ന് സ്തോത്രം ചെയ്ത് ഈ ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ നാമത്താൽ വിടുവിക്കപ്പെടാൻ പോവാ. ഇവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ സിംഹഭാഗ പണവും മദ്യപാനത്തിന് കളയുക. ശരിക്കും നിന്റെ കയ്യിലെ ശംഭു ഇരിപ്പുണ്ടോ? മടി വെച്ചേക്കോ അല്ലയോ? എടുത്ത്. എനിക്ക് വെക്കാനല്ല, നീ നിന്നെ തൊട്ടപ്പോ യേശു പറഞ്ഞു നിന്റെ മടി ശംഭു ഇരിപ്പുണ്ടെന്ന്. അത് മാറ്റിയിട്ട് ദൂത് പറഞ്ഞാൽ മതിയെന്നാ യേശു പറഞ്ഞു. ഒത്തിരി ഉണ്ടോടാ? കുഴപ്പമില്ല മോനെ, വെക്കല്ല. കൈയടിച്ച് സ്തോത്രം ചെയ്തേ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ചേ. കർത്താവ് എന്നോട്, ഇവനെ തൊട്ടോണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഇനിയും ദൂത് പറയണേ, ശംഭു എടുത്തിട്ട് പറഞ്ഞാൽ മതി എന്ന്. മക്കളെ, എല്ലാം കാണാൻ പറ്റുന്ന ഒരാൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു. കരമൊന്നടിച്ച ദൈവത്തിന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ സ്തോത്രം ചെയ്ത് ഇവന്റെ അകത്തു കൊടുത്ത മദ്യത്തിലെ കൈവശത്തിന്റെ ശക്തികൾ എല്ലാം ഇന്ന് രാവിലെ പൊട്ടിപ്പോകാൻ പോവാ. കൈ അടിച്ച ദൈവത്തിന് രാവിലെ സ്തോത്രം പറയാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. യേശുവിന്റെ ശക്തിയും മഹത്വവും ദൈവത്തിന്റെ കൃപയും ഇന്ന് രാവിലെ. മോനെ, നിന്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് 1.5 വർഷമായി. ഇപ്പോഴേ അവർക്ക് ശരിക്കും നിന്നെ വേണ്ട. നിന്റെ വാക്കല്ല അവര് കേൾക്കുന്നേ. അവരുടെ വീട്ടുകാരെന്തോ പറയുന്നേ അതേ ചെയ്യത്തുള്ളൂ. സത്യല്ലേ? സത്യം തന്നെ. സത്യ. നിന്റെ പേരെന്തുവാ? മനുവേ, കൂടി നിർത്തണം. നിർത്തുവോ? ഇന്ന് മുതൽ കർത്താവാണ് സത്യം നിർത്തുക. കൈ അടിച്ചൊന്ന് വിളിക്ക, യേശുവേ എന്ന് വിളിക്ക. ഇതിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവമുണ്ടെന്ന്, ഇതിനകത്ത് ചലിക്കുന്നൊരു ദൈവശക്തി ഉണ്ടെന്ന് ഈ രാവിലെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. നിന്റെ ഭാര്യ ഇവിടെ വരും. എലോഹീമിൽ ആരാധനയ്ക്ക് വരും. നിന്റെ കൂടെ നിന്റെ ഭാര്യയും തിരിച്ചു വരും. നിന്റെ ജീവിതം വഴിയാധാരമായത് എന്റെ ദൈവം ഇന്ന് രാവിലെ മാറ്റും. നിന്റെ അകത്തുള്ള സകല കെട്ടുകളെയും ഈ രാവിലെ ദൈവം പൊട്ടിച്ചു കളയും.